മനുഷ്യർ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു മനുഷ്യൻ എപ്പോഴാണ് മനുഷ്യനാകുന്നത്? ചോദ്യം ഇതാണ്, ഒരു മനുഷ്യൻ എപ്പോഴാണ് മനുഷ്യനായി മാറുന്നത്? അദ്ദേഹത്തിന് ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ശ്രീ പ്രൊഫസർ മഹാദേവൻ പിള്ള സാർ പറഞ്ഞ ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു ഗുരു ഒരു ഗ്രാമത്തിൽ ചെന്നു അത്രേ. വളരെ പ്രശസ്തനായിട്ടുള്ള ഗുരുവായതുകൊണ്ട് ആ ഗ്രാമവാസികളൊക്കെയും ഈ ഗുരുവിന്റെ വാക്ക് കേൾക്കുവാനായിട്ട് അവർ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഈ ഗുരുവിനോട് ഇതേ ചോദ്യം ചോദിച്ചു അത്രേ, ഒരു മനുഷ്യൻ എപ്പോഴാണ് മനുഷ്യനാകുന്നത്? ഗുരു അവിടെ കൂടിയിരുന്നവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്റെ പാണ്ഡത്തിൽ നിന്ന് 4 ചില്ല് ഗ്ലാസുകൾ പുറത്തെടുത്ത് വെച്ചു അത്രേ. എന്നിട്ട് അവിടെ കൂടിയിരുന്നവരോട് ഈ 4 ചില്ല് ഗ്ലാസുകളിലും വെള്ളം നിറയ്ക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ 4 ചില്ല് ഗ്ലാസുകളിലും വെള്ളം നിറച്ചതിന് ശേഷം ഗുരു തന്റെ പാണ്ഡത്തിൽ നിന്ന് 4 മനുഷ്യരൂപമുള്ള പ്രതിമകളെ പുറത്തെടുത്തു വെച്ചു അത്രേ. എന്നിട്ട് അതിൽ ഒന്നാമത്തെ പ്രതിമ കല്ല് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഈ കല്ല് കൊണ്ടുണ്ടാക്കിയ ഒന്നാമത്തെ പ്രതിമ ഒന്നാമത്തെ ഗ്ലാസ്സിലേക്ക് നിക്ഷേപിച്ചപ്പോ അതിന് ഒരു മാറ്റവും ഉണ്ടായില്ല, ഒരു വ്യത്യാസവും ഉണ്ടായില്ല. ഗുരു പറഞ്ഞു, ചില മനുഷ്യർ ഇങ്ങനെയാണ്. ഏത് ജീവിത സാഹചര്യത്തിൽ എത്തിപ്പെടുന്നുവോ, ഏത് സമൂഹത്തിൽ എത്തിപ്പെടുന്നുവോ, ഒരു അറിവുമില്ലാത്ത, ചുറ്റുമുള്ളവരെ കുറിച്ച് ഒരു മനസ്സറിവുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ, ഇവരെ നല്ല മനുഷ്യരെന്ന് വിളിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഗുരു രണ്ടാമതായിട്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് നിക്ഷേപിച്ചു. മണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമ ഈ ഗ്ലാസ്സിലേക്ക് നിക്ഷേപിച്ചപ്പോ അത് നമുക്കറിയാം, മണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമ സ്വയം അഴുക്കാണ്. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമ ഈ ഗ്ലാസ്സിലേക്ക് നിക്ഷേപിച്ചപ്പോ ഇത് സ്വയം അഴുക്കാണ് എങ്കിലും തന്റെ ചുറ്റുമുള്ള ജലത്തെ അഴുക്കാക്കി കളഞ്ഞു, അത് നശിച്ചു പോയി എന്നുള്ളതാണ്. ചില മനുഷ്യർ ഇങ്ങനെയാണ്. സ്വയം അഴുക്കാണ് എങ്കിലും ഏത് ജീവിത സാഹചര്യങ്ങളിൽ എത്തിപ്പെടുന്നുവോ, ഏത് ചുറ്റുപാടുകളിൽ എത്തിച്ചെടുത്തുവോ അവിടെയുള്ള സകല മനുഷ്യരെയും അഴുക്കാക്കി തീർക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഇവരെയും നന്മയുള്ള മനുഷ്യരെന്ന് പേര് വിളിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഗുരു പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ മൂന്നാമത്തെ ഗ്ലാസ്സിലേക്ക് നിക്ഷേപിച്ചു. പഞ്ഞി കൊണ്ടുണ്ടാക്കിയ പ്രതിമ ഈ ഗ്ലാസ്സിലേക്ക് നിക്ഷേപിച്ചപ്പോ അത് ആ ഗ്ലാസ്സിനകത്തുള്ള എല്ലാ വെള്ളത്തെയും വലിച്ചു കുടിച്ചിരുന്നു. ഗുരു പറഞ്ഞു, ചില മനുഷ്യർ ഇങ്ങനെയാണ്. എവിടെ എത്തിച്ചേരുന്നുവോ എല്ലാം എനിക്കിരിക്കട്ടെ, എനിക്ക് മാത്രം ഇരിക്കട്ടെ, എനിക്ക് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഇവരെയും നന്മയുള്ള മനുഷ്യരെന്ന് വിളിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഗുരു നാലാമതായിട്ട് കൽക്കണ്ട് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ നാലാമത്തെ ഗ്ലാസ്സിലേക്ക് നിക്ഷേപിച്ചപ്പോ അത് സ്വയം അലിഞ്ഞു തീരുമ്പോഴും തന്റെ ചുറ്റുമുള്ള സകല ജനത്തെയും മധുരമുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ്. എന്തിനാണ് സഭയിൽ യുവജന സംഘടനയും ബാലജന സംഘടനയും സൺഡേ സ്കൂളും ഒക്കെ പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, കല്ലുകൊണ്ടുണ്ടാക്കി അലിവില്ലാത്ത കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുവാൻ വേണ്ടിയിട്ടല്ല. മണ്ണ് കൊണ്ടുണ്ടാക്കി അഴുക്കായി തീർന്ന കുഞ്ഞുങ്ങളെ, മറ്റുള്ളവരെയും അഴുക്കാക്കി തീർക്കുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല. എല്ലാം എനിക്കിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പങ്ങി കൊണ്ടുണ്ടാക്കിയ കുഞ്ഞുങ്ങളെ പോലെ ഉള്ളവരെ സമൂഹത്തിലും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഇറക്കി വിടുവാൻ വേണ്ടിയിട്ടല്ല. മധുരമുള്ള ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ, സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനകരമായിട്ടുള്ള ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ, വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ക്രിസ്തീയ മൂല്യമുള്ള ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പള്ളിയിൽ ബാലജന സംഘടനയും യുവജന സംഘടനയും ഒക്കെ പ്രവർത്തിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സംഘടനയിലേക്ക് വിടേണ്ടത്. അങ്ങനെയുള്ള ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ. സ്മൃതിയാണ് എന്നെ ഈ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് ആദ്യം ക്ഷണിച്ചത്. അപ്പൊ സ്മൃതി പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനകരമാകുന്ന ഒരു പ്രസംഗമായിരിക്കണം പറയേണ്ടത്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടും പങ്കുവയ്ക്കട്ടെ. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ കാണുന്ന നമ്മുടെ ഒരുപാട് പ്രസംഗങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സുകളിലും ഒരുപാട് വേദപുസ്തക പഠനങ്ങൾക്കും ഒക്കെ നമ്മൾ കേന്ദ്രമായിട്ട് മാറിയ ഗോലിയാത്തിന്റെയും ദാവീദിന്റെയും സംഭവത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചില ചിന്തകൾ വളരെ വേഗത്തിൽ പങ്കുവെക്കട്ടെ.
ഈ 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാവീദിന്റെ സഹോദരന്മാർ യുദ്ധസ്ഥലത്താണ്. അപ്പൊ ദാവീദിന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ടാണ് ബാലനായിട്ടുള്ള ഒരു മനുഷ്യനെ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ തന്റെ അപ്പനായ യിശ്ശായി അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അവിടെ പോകുമ്പോ നടക്കുന്ന ചില സംഭവങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളോടും യൗവനക്കാരോടും ചില ചിന്തകൾ വളരെ വേഗത്തിൽ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട് ദാവീദിന്റെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളോട് പങ്കുവെക്കുന്നു. ഉയർന്ന ലക്ഷ്യമുള്ളവരായിട്ട് മാറണം നമ്മുടെ കുഞ്ഞുങ്ങൾ. ഉയർന്ന ലക്ഷ്യമുള്ളവരായിട്ട് മാറണം. എന്തുകൊണ്ടാണ് ദാവീദിന് ഉയർന്ന ലക്ഷ്യമുള്ളത് എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു ഗോലിയാത്തിന്റെ ശക്തി. ആട്ടിടയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മരുഭൂമികളിലും കുന്നും തെരുവുകളിലും ആടുകളെ മേയിച്ച് നടന്ന ഒരു മനുഷ്യനാണ് ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ മനുഷ്യനെ, സകല സംവിധാനങ്ങളുള്ള ഒരു മനുഷ്യനെ പരാജയപ്പെടുത്താനായിട്ട്, നേരിടാനായിട്ട് മുന്നിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദാവീദിന് ഉയർന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അവിടെ ഒന്നാമതായിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് ദാവീദിന് ഉയർന്ന ലക്ഷ്യമുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഗോലിയാത്തിന്റെ ശക്തി. ശ്രദ്ധിക്കാം. 1 ശമൂവേൽ 17-ാം അധ്യായം 4-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ ഇങ്ങനെ പറയുന്നു. ഗോലിയാത്ത് 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ താമ്രശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള താമ്ര കവചം ധരിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സകല സംവിധാനങ്ങളുമുള്ള ഇക്വിപ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ പരാജയപ്പെടുത്താനാണ് കുഞ്ഞനായിട്ടുള്ള ആടുകളെ മേയിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ പോയത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദാവീദിന് ഉയർന്ന ലക്ഷ്യമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് വീണ്ടും പറയുന്നു 1 ശമൂവേൽ 17-ന്റെ 25 പറയുന്നു ഗോലിയാത്തിനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും തന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. വിവാഹം ചെയ്ത് രാജകുമാരി വിവാഹം ചെയ്ത് ഭരണത്തിന്റെ തലപ്പത്തേക്ക് എത്താം. ഒപ്പം ടാക്സും കൊടുക്കേണ്ടതായിട്ടില്ല. ആടുകളെ മേയിച്ച് നടന്ന ഒരു മനുഷ്യനെ കാണുവാനായിട്ട് കഴിയുന്നതാണോ ഈ സ്വപ്നം? കുന്നുംപുറങ്ങളിൽ ആടുകളെ മേയിച്ച് നടക്കുന്ന ആട്ടിടയനായിട്ടുള്ള ഒരു ബാലനെ കാണുവാനായിട്ട് കഴിയുന്നതാണോ ഈ സ്വപ്നം? പ്രിയ കുഞ്ഞുങ്ങളെ, ദാവീദിന്റെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളോട് പങ്കുവെക്കുന്നു. ഉയർന്ന ലക്ഷ്യമുണ്ടാകണം, ഉയർന്ന സ്വപ്നമുണ്ടാകണം. ഒരുപക്ഷെ ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ട 2 പേരുകളായിരുന്നു ഖാനിം അൽ മുഫ്ത ആൻഡ് മോർഗൻ ഫ്രീമാൻ. ഖാനിം എന്ന് പറയുന്ന മനുഷ്യൻ, ഖാനിം എന്ന പേരിനർത്ഥം പോർക്കളത്തിലെ വിജയി എന്നാണ്. അരയ്ക്ക് താഴെ വളർച്ചയില്ലാത്ത കൗഡൽ റിഗ്രഷൻ സിൻഡ്രം എന്ന അസുഖം ബാധിച്ച് ജനിച്ച മനുഷ്യനായിരുന്നു ഖാനിം അൽ മുഫ്ത. ഈ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യന്റെ മാതാപിതാക്കളോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മകന് വളരെ അപൂർവമായിട്ടുള്ള കൗഡൽ റിഗ്രഷൻ സിൻഡ്രം എന്ന് പറയുന്ന അസുഖമുണ്ട്. ഈ കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് നന്നല്ല. ഈ കുഞ്ഞിനെ നിങ്ങൾ ജനിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അവന്റെ അരയ്ക്ക് താഴെ വളർച്ചയുണ്ടാവില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോ അപ്പനും അമ്മയും പറഞ്ഞു, ഇല്ല, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ വളർച്ചയെ മുരടിപ്പിക്കുവാൻ മാത്രമേ ഈ അസുഖത്തിന് കഴിഞ്ഞുള്ളൂ. അവന്റെ സ്വപ്നങ്ങളെ മുരടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 2002 മെയ് 5-ന് ഈ കൗഡൽ റിഗ്രഷൻ സിൻഡ്രം എന്ന അസുഖം ബാധിച്ച് ജനിച്ച ഈ ബാലൻ, ഈ മനുഷ്യൻ പിന്നീട് 6 ബ്രാഞ്ചുകളുള്ള ഗരിസ എന്ന് പറയുന്ന ഐസ്ക്രീം കമ്പനിയുടെ ഉടമസ്ഥനായി. ആവശ്യക്കാർക്ക് വീൽ ചെയർ സംഭാവന ചെയ്യുന്ന ഖാനിം അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനായി. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ബ്ലോഗറായി മാറി. വിവിധ ബ്രാൻഡുകളുടെ അംബാസിഡർ, ഗുഡ്വിൽ അംബാസിഡറായി മാറി. ഒപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ കാലുകളില്ലാത്തത് കൊണ്ട് കയ്യിൽ ഷൂസ് ധരിച്ച് ഫുട്ബോൾ കളിക്കുമായിരുന്നു അത്രേ. ഒപ്പം പാരാലിമ്പിക്സിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. ഖത്തറിന്റെ പ്രധാനമന്ത്രിയായി മാറണം എന്നാണ് ഈ മനുഷ്യന്റെ ആഗ്രഹം. അരയ്ക്ക് താഴെ വളർച്ചയില്ലാത്ത, ഇഴഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാനായിട്ട് കഴിയുന്നതാണോ ഈ സ്വപ്നം? എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഉയർന്ന ലക്ഷ്യമുണ്ടാകണം, ഉയർന്ന സ്വപ്നമുണ്ടാകണം. ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഖത്തർ കൊണ്ടുവന്ന 2ാമത്തെ ഒരു മനുഷ്യനാണ് മോർഗൻ ഫ്രീമാൻ. അമേരിക്കയിലെ കറുത്ത വർഗക്കാരനായിട്ട് ജനിച്ച്, മുടിവെട്ടുകാരന്റെ മകനായി ജനിച്ച് എയർഫോഴ്സിൽ ജോലി കിട്ടി. പക്ഷെ സിനിമാ മോഹവുമായി തിരിച്ചു വന്ന് ഓസ്കാർ നേടി, ഓസ്കാറിന്റെ വേദി വരെ എത്തുമ്പോ ഈ മനുഷ്യൻ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് താഴേക്കിടയിലുള്ള മനുഷ്യനും
ഉയർന്ന ലക്ഷ്യങ്ങൾ കാണുവാനായിട്ട് കഴിയും, വലിയ സ്വപ്നങ്ങൾ കാണുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് കല്ലുമല CSI സഭയിലെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, യുവജനങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ സ്വപ്നങ്ങൾ ഉയർന്നതായിരിക്കണം, നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതായിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ബി ഇക്കണോമിക്സിന് വരുന്ന കുഞ്ഞുങ്ങളോട് സാധാരണ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഇക്കണോമിക്സ് എടുത്തത്, എന്തിനാണ് എക്കണോമിക്സിലേക്ക് വന്നത്? അത് സാർ എന്റെ ആന്റി പറഞ്ഞു എക്കണോമിക്സ് പഠിത്താൻ കൊള്ളാം, അതുകൊണ്ട് ഇവിടെ വന്നു. അല്ലെങ്കിൽ എന്റെ കൂടെ സീനിയർ ആയിട്ട് പഠിച്ച പയ്യൻ എന്റെ ഇവിടെ വന്നു, അതുകൊണ്ട് എക്കണോമിക്സിൽ വന്നു. ഞങ്ങൾ പഠിച്ച സ്കൂളിൽ ഒരുമിച്ച് 2-3 പേര് ഒരുമിച്ച് ഇവിടെ എക്കണോമിക്സിന് അപ്ലൈ ചെയ്തു, ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, എന്തിനാണ് നമ്മൾ ഉയർന്ന ലക്ഷ്യം വേണ്ടത് എന്ന് ചോദിച്ചാൽ, വ്യക്തമായിട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ, നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ ഉയർന്ന ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു സർക്കിൾ വരച്ചിട്ടിട്ടുണ്ട്, ഇതിനപ്പുറം സ്വപ്നം കാണുവാനായിട്ട് പാടില്ല. എന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾ എഴുതി രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഉയർന്ന നിലകളിലേക്ക് എത്തിച്ചേരുക? എന്താണ് KAS പോലുള്ള പരീക്ഷകൾ എഴുതി നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്തേക്ക് എത്തിച്ചേരുക? എന്നാണ് NDA പോലുള്ള പരീക്ഷകൾ എഴുതി ഇന്ത്യയുടെ വിവിധ ഫോഴ്സുകളുടെ കീ സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തുക? എന്നാണ് PhD എടുത്ത് UGCയുടെ ശമ്പളം വാങ്ങുന്ന കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും അധ്യാപകരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുക? എന്നാണ് ISROയിലെയും DRDOയിലെയും ശാസ്ത്രജ്ഞരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുക? എന്നാണ് ലോകം അറിയപ്പെടുന്ന പാട്ടുകാരും നർത്തകരും കായിക താരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുക? പ്രിയ കുഞ്ഞുങ്ങളെ, ഉയർന്ന ലക്ഷ്യമുണ്ടാകണം, ഉയർന്ന സ്വപ്നമുണ്ടാകണം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഉയർന്ന ലക്ഷ്യമായിരുന്നു, ഉയർന്ന സ്വപ്നമായിരുന്നു. ഖാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാരീരിക പ്രകൃതി അനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ ഖത്തറിന്റെ പ്രധാനമന്ത്രിയാകണം എന്ന് ചിന്തിക്കുന്നത് തന്നെ ഉയർന്ന ലക്ഷ്യമായിരുന്നു. ഈ മൊർഗാൻ ഫ്രീമാനെ ഓസ്കാർ വേദിയിലെത്തുക എന്നുള്ളത് ഉയർന്ന ലക്ഷ്യമായിരുന്നു. ഇവരൊക്കെ ഉയർന്ന സ്വപ്നം കണ്ടതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉയർന്ന സ്വപ്നം ഉണ്ടാകണം, ഉയർന്ന ലക്ഷ്യമുണ്ടാകണം. ഒരുപക്ഷെ കുഞ്ഞുങ്ങള് വളരെ ഇഷ്ടത്തോടു കൂടെ കാണുന്ന ഒരു പരസ്യമുണ്ട്, ഇടേ പോടെ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ആണ് 5 സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ്. അതിന്റെ പരസ്യമാണ് എടെ പോടെ എന്ന് പറയുന്ന ഒരു വാചകമുള്ള പരസ്യം. ഈ പരസ്യത്തിൽ അവസാനം പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കൂ, eat 5 സ്റ്റാർ, eat 5 സ്റ്റാർ, do nothing എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഉയർന്ന സ്വപ്നം ഉണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാതിരുന്നാൽ ജീവിതത്തിൽ ഒരിടത്തും എത്തില്ല എന്നുള്ളതാണ്. ഒന്നും ചെയ്യാതിരുന്നാൽ ജീവിതത്തിൽ ഒരിടത്തും എത്തില്ല എന്നുള്ളതാണ്. ദാവീദിനെ പോലെ ഉയർന്ന ലക്ഷ്യം നമുക്കുണ്ടാകണം. ദാവീദിന്റെ ജീവിതം രണ്ടാമതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നു, ഉയർന്ന ലക്ഷ്യവുമായി യാത്ര ചെയ്യുമ്പോൾ പിന്തിരിയുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. 1 ശമൂവേൽ 17-ാം അധ്യായം 28 ഇങ്ങനെ പറയുന്നു, അവരോട് സംസാരിക്കുന്നത് മൂത്ത ജ്യേഷ്ഠൻ എലിയാബ് കേട്ട് അവനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുകളുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോകുന്നു? നീ പട കാണുവാനല്ലേ വന്നത് എന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. 1 ശമൂവേൽ 17-32-33 പറയുന്നു, ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഫിലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോയപ്പോ ശൗൽ ദാവീദിനോട് പറയുകയാണ്, ഈ ഫിലിസ്തീനോട് അംഗം പൊരുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞ് ദാവീദിനെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഉയർന്ന ലക്ഷ്യവുമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോ പലരും പിന്തിരിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. എടാ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ, നിന്റെ അപ്പന്റെ ജോലി ഇതാണ്, നിന്റെ വീട്ടിലെ സാഹചര്യം ഇതാണ്, അപ്പോ നീ ചെറിയ സ്വപ്നങ്ങൾ കണ്ടാൽ മതി, നിന്നെ കൊണ്ട് ആ ജോലിയിൽ കയറാനായിട്ട് പറ്റില്ല, നിന്നെ കൊണ്ട് ആ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റില്ല, നിനക്ക് ഇത്രയും വലിയ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിന്നെ കൊണ്ട് കാണാൻ കഴിയുന്ന സ്വപ്നം മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് പലരും പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ദാവീദിനെയും പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ പറയാറുണ്ട്, ഇറ്റ് ഈസ് ഹാർഡ് ടു ബീറ്റ് എ പേഴ്സൺ who never gives up എന്നുള്ളതാണ്. പിന്തിരിയുവാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. പിന്തിരിയുവാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, പിന്തിരിയാതെ മുന്നിലേക്ക് തന്നെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയണം. പിന്തിരിപ്പിക്കുവാനായിട്ട് പലരും ഉണ്ടാകാം, പിന്തിരിഞ്ഞ് ഓടുവാൻ പല കാരണങ്ങളും ഉണ്ടാകാം.
പക്ഷെ ഇവിടെയൊന്നും പരാജയപ്പെട്ട് പിന്നിലേക്ക് പോകാതിരിക്കുവാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചൊരു വാർത്തയായിരിക്കാം. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ SP ഫോർട്ട് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ദിനത്തിൽ വിശിഷ്ട അതിഥിയായിട്ട് ക്ഷണിച്ചത് ഗുജറാത്തിലെ ഡോക്ടർ ഗണേഷ് സുബയ്യ എന്ന് പറയുന്ന ഡോക്ടറാണ്. ഈ ഡോക്ടർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ആണ് ഇന്ത്യയിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഡോക്ടർ, ഏറ്റവും കുഞ്ഞനായിട്ടുള്ള ഡോക്ടർ. ഈ ഡോക്ടറിന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വലുതായി വരുമ്പോൾ ഒരു ഡോക്ടറായിട്ട് മാറണം. ഇദ്ദേഹം കുഞ്ഞനായതുകൊണ്ട് ഇദ്ദേഹം അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇദ്ദേഹത്തിന്റെ അപ്ലിക്കേഷൻ നിരസിച്ചു. കാരണം ഡോക്ടർ എന്ന് പറയുമ്പോൾ എമർജൻസി സിറ്റുവേഷൻ പലതും നേരിടേണ്ടതായിട്ട് വരും. ഇദ്ദേഹത്തിന്റെ പൊക്കം കുറവായതുകൊണ്ട് 3 അടിയോ 3.5 അടിക്ക് താഴെ പൊക്കമുള്ളത് കൊണ്ട് ഈ മനുഷ്യന് ഡോക്ടറായിട്ട് ജോലി ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇദ്ദേഹത്തിന്റെ അപ്ലിക്കേഷൻ നിരസിച്ചു. ഇദ്ദേഹം വിട്ടുകൊടുത്തില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ആഗ്രഹം ഡോക്ടർ ആകുക എന്നുള്ളതാണ്. ഇദ്ദേഹം ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായി. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വാദം ശരിവെച്ചു. ഇദ്ദേഹത്തിന് പൊക്കം കുറവായതുകൊണ്ട് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഈ മനുഷ്യനെ നേരിടുവാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അപ്ലിക്കേഷൻ നിരസിച്ചു. ഇദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായിട്ടുള്ള വിധി നേടി. ഇന്ന് ഇദ്ദേഹം ഡോക്ടറായിട്ട് മാറി ഗുജറാത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഉയർന്ന ലക്ഷ്യമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കൊരു ഡോക്ടറായിട്ട് മാറണം. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി, ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി. ഒരു പക്ഷേ ഇതിനേക്കാളും പല സാഹചര്യങ്ങളും അദ്ദേഹം താണ്ടിയായിരിക്കണം ഡോക്ടറായിട്ട് മാറിയത്. പ്രിയകുട്ടികളെ, ഉയർന്ന ലക്ഷ്യവുമായിട്ട് മുന്നിലേക്ക് പോകുമ്പോ പിന്തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. സമയം കുറവായതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ പോട്ടെ. മൂന്നാമത്തെ ചിന്ത, വിജയിക്കുവാൻ ശീലിച്ചിട്ടില്ലാത്തത് അല്ലെങ്കിൽ ചേർച്ചയില്ലാത്തത് പലതും ഉപേക്ഷിക്കണം, മാറ്റിവെക്കണം. 1 ശമൂവേൽ 17:38 പറയുന്നു, ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ച് അവന്റെ തലയിൽ താമ്രശിരസ്ത്രം വച്ചു, അവനെ കവചവും പിടിപ്പിച്ചു. പടയങ്കിൽ ഒരു വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമല്ലായിരുന്നു. ഇതെനിക്ക് ശീലിച്ചിട്ടില്ലായിരിക്കാൻ ഇവയെ ഊരി വെക്കുന്നു, മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞ് ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാനായിട്ട് പോയി. പ്രിയ കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ വിജയിക്കുവാൻ ഈ ബാലജന സംഘടനയിൽ പഠിപ്പിച്ചു തരാത്തത്, യുവജന സംഘടനയിൽ പഠിപ്പിച്ചു തരാത്തത്, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു തരാത്തത്, ഞായറാഴ്ച പള്ളിയിൽ അച്ഛൻ പറഞ്ഞു തരാത്ത കാര്യങ്ങൾ പലതും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ടു പോകുവാനായിട്ടുള്ള കാരണം, ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയാത്തതിന് കാരണം അവർ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നില്ല, ചേർച്ചയില്ലാത്തത് പലതും ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം സെക്കൻഡ് BA എക്കണോമിക്സ് ക്ലാസ്സിൽ ഫസ്റ്റ് ഗ്രേഡ് ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോ ഞങ്ങളുടെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന ഒരു പയ്യൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്കറിയാം, സാധാരണ കുഞ്ഞുങ്ങൾ ഉറങ്ങാറുള്ളത് ഉച്ചഭക്ഷണത്തിന് മുമ്പുള്ള പീരീഡും ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള പീരീഡുമാണ്. പക്ഷേ ഫസ്റ്റ് പീരീഡ് കുഞ്ഞുങ്ങൾ ആരും ഉറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇവൻ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് ഫസ്റ്റ് പീരീഡ് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് ചോദിച്ചു, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സാർ, ഞാൻ കന്യാകുമാരിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഇന്നലെ രാത്രി മീൻ ലോഡ് കയറ്റിയിടുന്ന ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞു. അവന്റെ മുഖമൊക്കെ വല്ലാതെ വിയർത്ത്, അവന്റെ കണ്ണുകളൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ വല്ലാതെ ക്ഷീണിതനാണ്. വിശ്വസിച്ച് ഞാൻ അവിടെ ഇരുത്തി. കാരണം പല കുഞ്ഞുങ്ങളും അവിടെ ജോലിക്കൊക്കെ പോയിട്ട് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവനെ ഇരുത്തി. എന്നാൽ അടുത്ത ദിവസവും ഇതേ പയ്യൻ ഇതേ ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവനോട് ചോദിച്ചപ്പോ ഇതേ കള്ളം അവൻ എന്നോട് പറഞ്ഞു. ഞാൻ അവന്റെ പോക്കറ്റൊക്കെ ഒന്ന് പരിശോധിച്ചു, ബാഗ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവനെ ഇരുത്തി. എന്നിട്ട് ഞങ്ങളുടെ HOD പറഞ്ഞു, മാഡം, ഇന്ന ക്ലാസ്സിലെ ഇന്ന പയ്യൻ എന്തോ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു എന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ HOD എന്നെ വിളിച്ചു പറഞ്ഞു, വിജീഷെ, ഇന്ന ക്ലാസ്സിലെ ഇന്ന പയ്യനെ കഞ്ചാവ് ഉപയോഗിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു, പോലീസ് പ്രിൻസിപ്പളിനെ റിപ്പോർട്ട് ചെയ്തു, പ്രിൻസിപ്പള് ഞങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ, ചേർച്ചയില്ലാത്ത പലതും മാറ്റിവെച്ചാൽ മാത്രമേ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഇത് ബാലജന സംഘടനയുടെ പ്രോഗ്രാമിൽ പറയുന്നത്. പണ്ടുകാലങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയാണ് ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് എങ്കിൽ ഇന്ന് LP സ്കൂളുകളിലേക്ക് ഞങ്ങൾ വിളിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ സെമസ്റ്ററിൽ ഞാൻ ഒരു ഫസ്റ്റ് BA എക്കണോമിക്സിൽ ഒരു പയ്യനോട് നോട്ട്ബുക്ക് എവിടെയെന്ന് ചോദിച്ചു. അവർ സാർ ബാഗിനകത്തിരിക്കുന്നു.
ഞാൻ പറഞ്ഞു ബാഗ് എടുത്തിട്ട് അവന്റെ ബാക്ക് ബെഞ്ചിലാണ് ബാഗ് വെച്ചിരിക്കുന്നത്. അവൻ ബാഗിന്റെ അടുത്തിലേക്ക് പോയി നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ബാഗ് തുറക്കുന്നു. ഞാൻ അല്പം ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഒരു ബാഗിനകത്ത് മറ്റൊരു ബാഗ്. ഞാൻ അവന്റെ അടുക്കിലേക്ക് പോയിട്ട് അവന്റെ ബാഗ് വാങ്ങി. ഓരോ ബാഗായിട്ട് ഞാൻ ഓരോ അറയായിട്ട് പരിശോധിക്കുമ്പോ അവൻ കൊണ്ടുവരേണ്ടുന്ന ആവശ്യത്തിനുള്ള ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കുകളൊന്നുമില്ല. എന്നാൽ അതിന്റെ ഒരു ചെറിയൊരു അറയിൽ നിന്ന് അവൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ലഹരി വസ്തു ഞാൻ കണ്ടെത്തി എന്നുള്ളതാണ്. ഞങ്ങളുടെ മുന്നിലിരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളത് അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. പലപ്പോഴും ചില കുഞ്ഞുങ്ങൾ സൗഹൃദമായിട്ട് ഇടപഴകുന്നു, കളിച്ചിരിക്കുന്നു, പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറുന്നു. കുഞ്ഞുങ്ങളെ മാറ്റിവെക്കേണ്ട പലതും മാറ്റിവെച്ചാൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുവാനായിട്ട് കഴിയൂ എന്ന കാര്യം മറന്നു പോകരുത്. സമയമില്ലാത്ത മുന്നോട്ട് പോട്ടെ. 4ാമത്തെ ചിന്ത ദാവീദിന്റെ ജീവിതം നമ്മോട് പങ്കുവെക്കുന്നു. ദൈവാശ്രയമുള്ള പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ വിജയങ്ങൾ നേടിയെടുക്കണം. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അവൻ ദൈവനാമത്തിൽ മുന്നോട്ട് പോയി ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവാലയത്തിൽ വരുന്നത്, ബാലജന സംഘടനയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നത്, യുവജന സംഘടനയിൽ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നത്, സൺഡേ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നത്, ദൈവവുമായിട്ട് നല്ല ബന്ധം പുലർത്തി ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളരുന്നത്, അവരുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായി മാത്രമേ ഭവിക്കൂ എന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവാലയത്തിൽ വളർന്നാൽ അവൻ എവിടെ പോയിരുന്നാലും, കോളേജുകളിലും സ്കൂളുകളിലും ഹോസ്റ്റലുകളിൽ നിന്നാലും അവൻ മാതൃകയുള്ളവനായിട്ട് വളരും. അവൻ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ക്രിസ്തീയ മൂല്യമുള്ളവരായിട്ട് വളരും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, സത്യസന്ധമായിട്ട് ദൈവാലയത്തിൽ പ്രവർത്തിക്കുന്നവരെ ദൈവം കൈവിടില്ല, ദൈവം അവരോടൊപ്പം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ഞാൻ MA എക്കണോമിക്സ് പഠിക്കുമ്പോൾ എനിക്ക് MAക്കും MPhilനും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഇതില് MA എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഞാൻ ഒറ്റ മാർക്കിനാണ് ഞാൻ ഫസ്റ്റ് റാങ്ക് വന്നത്. സെക്കൻഡ് റാങ്കിൽ വന്നതിനേക്കാൾ ഒറ്റ മാർക്കായിരുന്നു എനിക്ക് കൂടുതൽ. ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് 57% മാർക്കോടുകൂടെ ജസ്റ്റ് പാസ്സായാണ് ഞാൻ ഡിഗ്രിക്ക് പോയത്. പ്രിയമുള്ളവരെ, സത്യസന്ധമായിട്ട് ദേവാലയത്തിൽ പ്രവർത്തിച്ചപ്പോ, സത്യസന്ധമായിട്ട് സംഘടന ആരാധനകളിൽ പങ്കെടുത്തപ്പോ, ദൈവവുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നപ്പോ ദൈവം നമ്മെ വഴി നടത്തും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. ഈ 1 മാർക്ക് എനിക്ക് എവിടെയാണ് കൂടിയത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം MAക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സെമിനാറുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെമിനാർ എടുക്കുന്നതിലാണ് എനിക്ക് മാർക്ക് കൂടുതൽ വന്നത്. കാരണം നമ്മൾ സൺഡേ സ്കൂളിലും യുവജന സംഘടനയിലും ഒക്കെ പഠിച്ചതാണ്. ഒരു 10 പേരോ 20 പേരോ 50 പേരോ 100 പേരോ നമ്മുടെ മുന്നിൽ വന്നിരുന്നിരുന്നാലും മുമ്പിൽ വന്നു നിന്ന് വേദപുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും ദൈവവചനം സംസാരിച്ചും ഒക്കെ നമ്മൾ നിൽക്കുമ്പോ, ഒരു 10 പേരും അല്ലെങ്കിൽ 50 പേരോ 100 പേരോ നിൽക്കുമ്പോ നമുക്ക് പേടിയില്ലാതെ സംസാരിക്കുവാനായിട്ട് കഴിയും. അപ്പോ സെമിനാർ എടുക്കുന്ന സമയത്ത് ഒരു പേടിയുമില്ലാതെ നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. പക്ഷേ മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്രയും സാധ്യതകൾ അവർക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ മനോഹരമായിട്ട് ആരാധന നടത്തും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഓരോ കുഞ്ഞുങ്ങൾ ആരാധന നടത്തുമ്പോൾ ആത്മയ്ക്ക് ടെൻഷനാണ്. നന്നായിട്ട് നടത്തുമോ, ഇവർ എങ്ങനെ തെറ്റിക്കുമോ എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അവർ നടത്തി. അപ്പോ ഇതുപോലെ കിട്ടുന്ന സാഹചര്യങ്ങളൊന്നും മറ്റു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പല കുഞ്ഞുങ്ങൾക്കും കിട്ടാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ്. ദൈവാലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നാൽ ദൈവം അവരെ അനുഗ്രഹിക്കും എന്നതിന് യാതൊരുവിധ സംശയമില്ല. അതിനുദാഹരണമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ. മുന്നോട്ടേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനത്തെ ചിന്ത ദാവീദിന്റെ ജീവിതം നമ്മോട് പങ്കുവെക്കുന്നു. വിജയത്തിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുന്നവരാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ. ഒരിക്കലും ദാവീദല്ല രാവിലെ എഴുന്നേറ്റ് തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് അങ്ങ് യുദ്ധസ്ഥലത്തേക്ക് പോയത്. അവന്റെ അപ്പനാണ് അവൻ അങ്ങോട്ടേക്ക് അയച്ചത്. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് അവന്റെ അപ്പനാണ് അയച്ചത്. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പനെയും അമ്മയെയും മറന്നു പോകരുത്. നമുക്ക് നല്ല വസ്ത്രം വാങ്ങി തരുവാൻ, നമുക്ക് നല്ല ഭക്ഷണം തരുവാൻ, നമുക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ തരുവാൻ, നല്ല വിദ്യാഭ്യാസം തരുവാൻ പലപ്പോഴും അവര് ഭക്ഷണം കഴിക്കാതെ, നമുക്ക് ഓണത്തിന് ക്രിസ്മസിനൊക്കെ മനോഹരമായിട്ടുള്ള വസ്ത്രം വാങ്ങി തന്നിട്ട് എനിക്കിപ്പോ വേണ്ട എന്ന് പറയുന്ന അപ്പനെയും അമ്മയെയും ജീവിതത്തിൽ വിജയിച്ചു വരുമ്പോ മറന്നു കളയരുത്. മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുവാൻ, മെച്ചപ്പെട്ട വിവാഹ ജീവിതം ഉണ്ടാകുവാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അപ്പനെയും അമ്മയെയും മറന്നു പോകരുത്. അവരെ കൊണ്ട് വൃദ്ധസദനങ്ങളിലാക്കി കളയരുത്. അവരെ ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. ഈ അടുത്ത കാലത്ത് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചൊരു മനുഷ്യനാണ് സർഫ്രസ് ഖാൻ.
അദ്ദേഹം ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അപ്പൻ പുറത്തു നിന്ന് കരയുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് കഴിയാത്തതാണ് എന്റെ മകന് കഴിഞ്ഞത്. മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ ചെറിയ ചെറിയ സാധനങ്ങളെ വിറ്റ് ഈ മകനെ പഠിപ്പിച്ച് അവർ ഇന്ത്യൻ ജേഴ്സിയിൽ നിന്ന് കളിക്കുമ്പോ അപ്പൻ കരയുന്നുണ്ടായിരുന്നു. ഈ മകൻ ക്രിക്കറ്റിലേക്ക് വന്നപ്പോ അവർ തിരഞ്ഞെടുത്ത ജേഴ്സി നമ്പർ 97 എന്നുള്ളതാണ്. അവനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ 97 എന്ന ജേഴ്സി നമ്പർ തിരഞ്ഞെടുത്തത്? അവൻ പറഞ്ഞു, ഹിന്ദിയിൽ 9-ന് നൗ എന്നും 7-ന് സാത്ത് എന്നാണ് അർത്ഥം. എന്റെ അപ്പന്റെ പേര് നൗഷാദ്, അതുകൊണ്ട് ഞാൻ 97 എന്ന നമ്പർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എന്റെ അപ്പൻ കൊണ്ട വെയിലാണ് ഞാൻ അനുഭവിക്കുന്ന തണൽ എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ രക്ഷപ്പെട്ടു വരുമ്പോ അപ്പനെയും അമ്മയെയും ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ 5 ചിന്തകളാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ പങ്കുവച്ചത്. ഉയർന്ന ലക്ഷ്യമുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. ഉയർന്ന ലക്ഷ്യവുമായിട്ട് മുന്നിലേക്ക് പോകുമ്പോ പിന്തിരിയാത്തവരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. മൂന്നാമതായിട്ട്, ചേർച്ചയില്ലാത്ത പലതും മാറ്റിവെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. നാലാമതായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അഞ്ചാമതായിട്ട്, അപ്പനെയും അമ്മയെയും ചേർത്ത് പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. അങ്ങനെ ഒരു കൂട്ടം മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങളും യൗവനക്കാരും CSI കല്ലുമല CSI സഭയിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ആരാധനയുടെ ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. 10-ാം തീയതി നടക്കുന്ന എയിംസ് എന്ന് പറയുന്ന ടീമിന്റെ പ്രോഗ്രാമിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീമാണ്. അതിനും വളരെ മുൻകൂട്ടി ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വീണ്ടും നമുക്ക് കാണാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബാല യുവജന ആരാധനയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം സംസാരിച്ച വിജീഷ് വിജയൻ അവർക്ക് സഭയുടെ പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത ആത്മീയോടും നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകുന്നേരം നടക്കുന്ന കൺവെൻഷനിൽ എല്ലാവരും കടന്നു വരണം.